എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തിൽ മീനൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനിയിൽ ജന്മശനി കാലമാണ്. ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവാണ്. ജന്മത്തിൽ തന്നെ രാഹുവും ശുക്രനും ബുധനും ഒക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. കൂടാതെ ജന്മത്തിൽ തന്നെ ഏപ്രിൽ 13 വരെ ആദിത്യൻ തുടർന്ന് 2-ലുമൊക്കെ സഞ്ചരിക്കുന്ന കാലയളവാണ്. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങളാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ബന്ധുജന വിരോധങ്ങളും അധികാരികളുടെ അപ്രീതിയും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നതാണ്. തൊഴിൽ രംഗത്തും പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ രാശിക്കാർ നേരിടേണ്ടി വരും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. എന്നാൽ വിഷുഫലം ഈ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ്. വിഷുഫലം എന്ന് പറയുന്നത് രാശികളുടെ അടിസ്ഥാനത്തിലല്ല, നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഏപ്രിൽ 14 മുതലുള്ള ഏപ്രിൽ മാസത്തിൻ്റെ 2ാം പകുതി ഈ രാശിക്കാരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ വന്ന് ഭവിക്കുന്നതാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ രാശിപ്രകാരം ഉണ്ടെങ്കിലും വിഷുഫലം അനുകൂലമാകുമ്പോൾ കാര്യതടസ്സങ്ങളൊക്കെ മാറി സന്തോഷവും സമാധാനവും സമ്പത്തും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. തൊഴിൽപരമായിട്ടും കുറച്ച് നേട്ടങ്ങൾ ഏപ്രിൽ മാസത്തിൻ്റെ 2ാം പകുതിയിൽ വന്നു ചേരുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും പ്രത്യേക പ്രാർത്ഥന നടത്തുക. ശനിയാഴ്ചകൾ ശാസ്താവിൻ്റെ നടയിൽ എള്ളുതിരി തെളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. അതെല്ലാം ശനിദോഷത്തെ ലഘൂകരിക്കുന്നതിന് സഹായകമാവുന്നതാണ്. ഇതര മതസ്ഥർ അവരവരുടെ വിശ്വാസ പ്രമാണപ്രകാരം ആചാരപ്രകാരം വ്യാഴാഴ്ചയും ശനിയാഴ്ചയും പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതും ആയിരിക്കും.